ഹേ ഗായ്സ്, അപ്പോൾ ഇതൊരു 2 ദിവസത്തെ വീഡിയോ ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോണേന്, അതായത് തൃശ്ശൂർക്ക് പോണേന് തലേ ദിവസം ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുക്കാൻ വന്നായിരുന്നു കേട്ടോ. വേറെ നല്ല നമുക്ക് തയ്യൽ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കാൻ വേണ്ടി കുറച്ച് ചുരിദാർ മെറ്റീരിയൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വിനൂസിലാണ് കയറിയാക്കണം. ഇത് അവിടെ നിന്ന് അത്യാവശ്യം വിലക്കുറവിന് മെറ്റീരിയൽ കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ പന്നാക്കണ പരാഗിലാണ് കേട്ടോ. നമ്മൾ അമ്മ നിൽക്കുന്ന ഷോപ്പുണ്ട്. അപ്പോൾ പരാഗ് നമ്മുടെ നടന്ത സെൻറ്ററിന് അവിടെ നിന്ന് നമ്പർ 1 ഓപ്പോസിറ്റ് വന്നായിരുന്നു. ഇത് ഇത്ര നല്ലോണം അത്യാവശ്യം നമുക്ക് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവും മുതുവും കളഞ്ഞിട്ടുണ്ട് വീട്ടിൽ അമ്മ വന്നത്. കാരണം മറ്റേതാകുമ്പോൾ അധികം നടപ്പുണ്ടായിരുന്നു. ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ ഓരോ കാര്യത്തിന് നടക്കണം. അപ്പോൾ അമ്മക്ക് കസ്റ്റമർ ഉണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നും ഇപ്പം അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ മെറ്റീരിയലൊക്കെ ഇഷ്ടം മാതിരിയുണ്ട്. നല്ല വിലയും ഉണ്ട് കേട്ടോ മെറ്റീരിയലിനൊക്കെ. നമുക്ക് ചോദിക്കുന്നതിനൊക്കെ 200, 300 ആയ പോവൊക്കെയാണ്. ആവശ്യക്കാരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ 50 രൂപയുടെ മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് കണ്ട കോട്ടൺ പോലെ തോന്നുമെങ്കിലും തളർന്ന് കിടക്കുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ അതേ അവിടെ കട്ട് പീസ് ഇട്ടിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് വന്നാക്കുന്നത് കട്ട് പീസ് പറക്കാനായിട്ട്. അപ്പോൾ അമ്മ അവിടെ കുറച്ച് കട്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കട്ട് പീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നത്. പിന്നെ വന്നപ്പോൾ തന്നെ നാത്തൂന് ഫ്രോക്കിനായിട്ട് തയ്ക്കാനുണ്ടായിരുന്നില്ല ഞാൻ പോണതിന് മുമ്പ്. അപ്പോൾ അവർക്ക് അത് തയ്ച്ചു കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുന്ന വഴി തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. നേരെ വീട്ടിലോട്ട് എത്തിയിട്ട് അപ്പോൾ കുട്ടപ്പായുടെ കടയിൽ എപ്പോഴും കയറണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ആളുടെ കടയിലാണ് കയറിയത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. പൊറോട്ടയും നല്ല ചിക്കൻ ഇഷ്ടമാണ് കേട്ടോ കഴിച്ചത്. ചേട്ടൻ മീൻ മുട്ട ഉണ്ടോ വാങ്ങിച്ചത്.